ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, ലോകമെമ്പാടും മഹാമാരിയുടെ ഭയാനകമായ കടന്നുകയറ്റത്തിലും അത് പടർന്നു പിടിക്കുന്നതിലും മനുഷ്യ മനസ്സുകൾ ആകുലപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയമാണല്ലോ. എൻ്റെ കൂട്ടായ്മയിലെ ശുശ്രൂഷകനായ പ്രിയപ്പെട്ട ജോൺ പോളിന് അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളിക്കും COVID-19 എന്ന രോഗം പിടിപെട്ടു. ആ നാളുകളിൽ ദൈവത്തിൻ്റെ വചനം അതിശക്തമായി അവരുടെ ജീവിതത്തിൽ ഇടപെടുകയും ഈ രോഗത്തെ ദൈവവചനം കൊണ്ട് നേരിടാൻ അവർക്ക് സാധിക്കുകയും ചെയ്തു. ഈ ദിവസങ്ങളിൽ വചനമാണ് ജോൺ പോളിനും GNAയ്ക്കും ശക്തി കൊടുത്തതും അവരെ രോഗത്തിൽ നിന്ന് പുറത്തു വരാൻ സഹായിച്ചതും. 119 സങ്കീർത്തനം ഈ ദിനങ്ങളിൽ ജോൺ പോൾ കൂടുതൽ പഠിക്കുകയും ആ വചനത്തിലൂടെ കർത്താവ് ആ മകനെ സ്പർശിക്കുകയും ചെയ്തു. 119 സങ്കീർത്തനം ജോൺ പോളിൻ്റെ അധരങ്ങളിൽ നിന്ന് അത് ഹൃദയത്തിൽ പതിഞ്ഞത്, മനഃപ്പാഠമായത് നമുക്ക് ഏറ്റവും സ്നേഹത്തോടെ കേൾക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിൽ 119 അധ്യായത്തിൽ 1 മുതലുള്ള തിരുവചനങ്ങൾ ഇപ്രകാരം പറയുന്നു: അപങ്കിലമായ മാർഗത്തിൽ ചരിക്കുന്നവർ, കർത്താവിൻ്റെ നിയമം അനുസരിക്കുന്നവർ ഭാഗ്യവാന്മാർ. അവിടുത്തെ കൽപ്പനകൾ പാലിക്കുന്നവർ, പൂർണ്ണ ഹൃദയത്തോടെ അവിടുത്തെ തേടുന്നവർ ഭാഗ്യവാന്മാർ. അവർ തെറ്റ് ചെയ്യുന്നില്ല, അവർ അവിടുത്തെ മാർഗത്തിൽ ചരിക്കുന്നു. അങ്ങയുടെ പ്രമാണങ്ങൾ ശ്രദ്ധാപൂർവ്വം പാലിക്കണമെന്ന് അങ്ങ് കൽപ്പിച്ചിരിക്കുന്നു. അങ്ങയുടെ ചട്ടങ്ങൾ പാലിക്കുന്നതിൽ ഞാൻ സ്ഥിരതയുള്ളവനായിരുന്നുവെങ്കിൽ അപ്പോൾ അങ്ങയുടെ കൽപ്പനകളിൽ ദൃഷ്ടി ഉറപ്പിച്ചിരിക്കുന്ന എനിക്കൊരിക്കലും ലജ്ജിതനാക്കേണ്ടി വരികയില്ല. അങ്ങയുടെ നീതിനിഷ്ഠമായ ശ്വാസനകൾ പഠിക്കുമ്പോൾ ഹൃദയ പരമാർത്ഥതയോടെ ഞാൻ അങ്ങയെ പുകഴ്ത്തും. ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അനുസരിക്കും. അവിടുന്ന് അങ്ങ് എന്നെ പൂർണ്ണമായി പരിത്യജിക്കരുതേ. ഒരു യുവാവ് തൻ്റെ മാർഗം എങ്ങനെയാണ് നിർമ്മലമായി സൂക്ഷിക്കുക? അങ്ങയുടെ വചനം അനുസരിച്ച് വ്യാപരിച്ചുകൊണ്ട് പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങയെ തേടുന്നു. അങ്ങയുടെ കൽപ്പനകൾ വിട്ടു നടക്കാൻ എനിക്കിടയാകാതിരിക്കട്ടെ. അങ്ങയ്ക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് അങ്ങയുടെ വചനം ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. കർത്താവെ, അങ്ങ് വാഴ്ത്തപ്പെടട്ടെ. അങ്ങയുടെ ചട്ടങ്ങൾ അവിടുന്ന് അങ്ങ് എന്നെ പഠിപ്പിക്കണമേ. അങ്ങയുടെ നാവിൽ നിന്നും പുറപ്പെടുന്ന ശ്വാസനകൾ എൻ്റെ അധരങ്ങൾ പ്രഘോഷിക്കും. സമ്പദ് സമൃദ്ധിയിൽ എന്ന പോലെ അങ്ങയുടെ കൽപ്പനകൾ പിന്തുടരുന്നതിൽ ഞാൻ ആനന്ദിക്കും. ഞാൻ അങ്ങയുടെ പ്രമാണങ്ങളെപ്പറ്റി ധ്യാനിക്കുകയും അങ്ങയുടെ മാർഗത്തിൽ ദൃഷ്ടി ഉറപ്പിക്കുകയും ചെയ്യും. ഞാൻ അങ്ങയുടെ ചട്ടങ്ങളിൽ സന്തോഷിക്കും. അങ്ങയുടെ വചനം ഞാൻ വിസ്മരിക്കുകയില്ല. ഞാൻ ജീവിച്ചിരിക്കുവാനും അങ്ങയുടെ വചനം അനുസരിക്കുവാനും ഈ ദാസന്റെ മേൽ അവിടുന്ന് അങ്ങ് കൃപ ചൊരിയണമേ. അങ്ങയുടെ പ്രമാണങ്ങളുടെ വൈശിഷ്ട്യം ദർശിക്കുവാൻ അവിടുന്ന് എൻ്റെ കണ്ണുകൾ തുറക്കണമേ. ഈ ഭൂമിയിൽ ഞാനൊരു പരദേശിയാണ്. അങ്ങയുടെ കൽപ്പനകൾ എന്നിൽ നിന്ന് മറച്ചു വെക്കരുതേ. അങ്ങയുടെ കൽപ്പനകളോടുള്ള അഭിനിവേശം നിരന്തരം എന്നെ ദഹിപ്പിക്കുന്നു. അങ്ങയുടെ പ്രമാണങ്ങൾ വിട്ടുനടക്കുന്ന ശപിക്കപ്പെട്ട ധിക്കാരികളെ അവിടുന്ന് ശാസിക്കുന്നു. അവരുടെ നിന്ദനവും പരിഹാസവും എന്നിന്നും അകറ്റണമേ. ഞാൻ അങ്ങയുടെ കൽപ്പനകൾ പാലിച്ചുവല്ലോ. രാജാക്കന്മാർ ഒത്തുചേർന്ന് എനിക്കെതിരെ ഗൂഢാലോചന നടത്തുന്നു. എന്നാലും ഈ ദാസൻ അങ്ങയുടെ ചട്ടങ്ങളെപ്പറ്റി ധ്യാനിക്കുന്നു. അവിടുത്തെ കൽപ്പനകളാണ് എൻ്റെ ആനന്ദം. അവയാണ് എനിക്ക് ഉപദേശം നൽകുന്നത്. എൻ്റെ പ്രാണൻ പൊടിയോട് പറ്റിച്ചേർന്നിരിക്കുന്നു. അങ്ങയുടെ വാഗ്ദാനം അനുസരിച്ച് എന്നെ ഉജ്ജീവിപ്പിക്കണമേ. എൻ്റെ അവസ്ഥ ഞാൻ വിവരിച്ചപ്പോൾ അങ്ങ് എനിക്ക് ഉത്തരമരുളി. അങ്ങയുടെ ചട്ടങ്ങൾ അവിടുന്ന് അങ്ങ് എന്നെ പഠിപ്പിക്കണമേ. ന്യായപ്രമാണ ഗ്രന്ഥങ്ങൾ നിർദ്ദേശിക്കുന്ന വഴികൾ അവിടുന്ന് അങ്ങ് എനിക്ക് കാണിച്ചു തരണമേ. ഞാൻ അങ്ങയുടെ അത്ഭുത കൃത്യങ്ങളെപ്പറ്റി ധ്യാനിക്കും. ദുഃഖത്താൽ എൻ്റെ ഹൃദയം ഒരുകുന്നു. അങ്ങയുടെ വാഗ്ദാനം അനുസരിച്ച് എന്നെ ശക്തിപ്പെടുത്തണമേ. തെറ്റായ മാർഗങ്ങളിൽ നിന്നും അകറ്റണമേ. കാരുണ്യപൂർവ്വം അങ്ങയുടെ നിയമം അവിടുന്ന് അങ്ങ് എന്നെ പഠിപ്പിക്കണമേ. വിശ്വസ്തയുടെ മാർഗം ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്നു. അങ്ങയുടെ ശ്വാസനകൾ എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്. അങ്ങയുടെ കൽപ്പനകളോട് ഞാൻ ചേർന്ന് നിൽക്കുന്നു. ലജ്ജിതനാകാൻ എനിക്ക് ഇടവരുത്തരുതേ. ഒരുക്കമുള്ളൊരു ഹൃദയം അങ്ങെനിക്ക് തരുമ്പോൾ അങ്ങയുടെ പ്രമാണങ്ങളുടെ പാതയിൽ ഞാൻ ഉത്സാഹപൂർവ്വം ചരിക്കും. കർത്താവെ, അങ്ങ് വാഴ്ത്തപ്പെടട്ടെ. അങ്ങയുടെ ചട്ടങ്ങൾ അവിടുന്ന് അങ്ങനെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ പ്രമാണങ്ങൾ പാലിക്കുവാനും പൂർണ്ണ ഹൃദയത്തോടെ അവ അനുസരിക്കുവാനും വേണ്ടി എനിക്ക് അറിവ് നൽകണമേ. അങ്ങയുടെ കൽപ്പനകളിൽ വഴിയിലൂടെ എന്നെ നയിക്കണമേ. ഞാനതിൽ അത്യധികം സന്തോഷിക്കുന്നു. ധനലാഭത്തിലേക്കല്ല, അങ്ങയുടെ കൽപ്പനകളിലേക്ക് എൻ്റെ ഹൃദയത്തെ അവിടുന്ന് അങ്ങ് തിരിക്കണമേ. വ്യർത്ഥതകളിൽ നിന്നും എൻ്റെ ദൃഷ്ടി തിരിച്ച് അങ്ങയുടെ മാർഗത്തിൽ ചരിക്കുവാൻ എന്നെ ഉജ്ജീവിപ്പിക്കണമേ. അങ്ങയുടെ ഭക്തർക്ക് നൽകിയ വാഗ്ദാനം ഈ ദാസന്റെ മേൽ നിറവേറ്റണമേ. ഞാൻ ഭയപ്പെടുന്ന അവമതി എന്നിൽ നിന്ന് അകറ്റണമേ. അങ്ങയുടെ നിയമങ്ങൾ വിശിഷ്ടമാണല്ലോ. അങ്ങയുടെ പ്രമാണങ്ങളാണ് ഞാൻ അഭിലഷിക്കുന്നത്. നീതിയാൽ അവിടുന്ന് അങ്ങ് എന്നിൽ പുതുജീവൻ പകരണമേ. അങ്ങയുടെ കാരുണ്യം എൻ്റെ മേൽ ചൊരിയണം. അങ്ങ് വാഗ്ദാനം ചെയ്ത രക്ഷ അവിടുന്ന് അങ്ങ് എനിക്ക് നൽകണമേ. എന്നെ അവഹേളിക്കുന്നവരോട് മറുപടി പറയുവാൻ അപ്പോൾ എനിക്ക് കഴിയും. ഞാൻ അങ്ങയുടെ വചനത്തിലാണല്ലോ ആശ്രയിക്കുന്നത്. സത്യത്തിൻ്റെ വചനം എൻ്റെ അധരങ്ങളിൽ നിന്നും നിശേഷം എടുത്തു കളയരുതേ. ഞാൻ അങ്ങയുടെ കൽപ്പനകളിലാണ് പ്രത്യാശ അർപ്പിക്കുന്നത്. അങ്ങയുടെ കൽപ്പനകൾ എന്നേക്കും നിരന്തരം ഞാൻ പാലിക്കും. അങ്ങയുടെ കൽപ്പനകൾ തേടുന്നത് കൊണ്ട് ഞാൻ സ്വതന്ത്രമായി വ്യാപരിക്കും.
രാജാക്കന്മാരുടെ മുമ്പിൽ ഞാൻ അങ്ങയുടെ കൽപ്പനകളെപ്പറ്റി സംസാരിക്കും. ഞാൻ ഒരിക്കലും ലജ്ജിതനാവുകയില്ല. ഞാൻ അങ്ങയുടെ പ്രമാണങ്ങളിൽ ആനന്ദം കണ്ടെത്തും. ഞാനവയെ അത്യധികം സ്നേഹിക്കും. ഞാൻ അങ്ങയുടെ പ്രമാണങ്ങളെ ആദരിക്കും. ഞാനവയെ അത്യധികം സ്നേഹിക്കും. ഞാൻ അങ്ങയുടെ ചട്ടങ്ങളെപ്പറ്റി ധ്യാനിക്കും. അങ്ങയുടെ വാഗ്ദാനം, അങ്ങ് ഈ ദാസന് നൽകിയ വാഗ്ദാനം ഓർക്കണമേ. അതുവഴിയാണല്ലോ അങ്ങ് എനിക്ക് പ്രത്യാശ നൽകിയത്. അങ്ങയുടെ വാഗ്ദാനം എനിക്ക് ജീവൻ നൽകുന്നു എന്നതാണ് ദുരിതങ്ങളിൽ എൻ്റെ ആശ്വാസം. അധർമ്മികൾ എന്നെ കഠിനമായി പരിഹസിക്കുന്നു, എന്നാൽ ഞാൻ അങ്ങയുടെ നിയമങ്ങളിൽ നിന്നും വ്യതിചലിക്കില്ല. അങ്ങ് പണ്ടേ നൽകിയ നിയമങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോൾ എനിക്ക് ആശ്വാസം ലഭിക്കുന്നു. അങ്ങയുടെ പ്രമാണങ്ങൾ ഉപേക്ഷിക്കുന്ന ദുഷ്ടർ മൂലം രോഷം എന്നിൽ ജ്വലിക്കുന്നു. തീർത്ഥാടകനായി ഞാൻ പാർക്കുന്നിടത്ത് അങ്ങയുടെ പ്രമാണങ്ങളായിരുന്നു എൻ്റെ ഗാനം. രാത്രിയിൽ ഞാൻ അങ്ങയുടെ നാമം അനുസ്മരിക്കുന്നു. അങ്ങയുടെ പ്രമാണങ്ങൾ പാലിക്കുകയും ചെയ്യുന്നു. അങ്ങയുടെ കൽപ്പനകൾ അനുസരിച്ചു എന്നതാണ് എനിക്ക് ലഭിച്ച അനുഗ്രഹം. കർത്താവാണ് എൻ്റെ ഓഹരി. അവിടുത്തെ കൽപ്പനകൾ പാലിക്കുമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയുടെ കാരുണ്യത്തിനെ യാചിക്കുന്നു. അങ്ങയുടെ വാഗ്ദാനത്തിനൊത്തവിധം ഈ ദാസനോട് അവിടുന്ന് അങ്ങ് കൃപ തോന്നണമേ. അങ്ങയുടെ മാർഗങ്ങളെപ്പറ്റി ചിന്തിച്ച് ഞാൻ എൻ്റെ പാദങ്ങളെ അങ്ങയുടെ കൽപ്പനകളിലേക്ക് തിരിക്കുന്നു. അങ്ങയുടെ പ്രമാണങ്ങൾ പാലിക്കുവാൻ ഞാൻ ഉത്സാഹിക്കുന്നു. ഒട്ടും അമാന്തം കാണിക്കുന്നില്ല. ദുഷ്ടരുടെ കെണികളിൽ കുടുങ്ങിയെങ്കിലും ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ മറന്നില്ല. അങ്ങയുടെ നീതിയുക്തമായ കൽപ്പനകൾ മൂലം അങ്ങയെ സ്തുതിക്കുവാനായി അർദ്ധരാത്രിയിൽ ഞാൻ എഴുന്നേൽക്കുന്നു. അങ്ങയെ ഭയപ്പെടുകയും അങ്ങയുടെ പ്രമാണങ്ങൾ പാലിക്കുകയും ചെയ്യുന്നവർക്ക് ഞാൻ കൂട്ടാളിയാണ്. കർത്താവെ, ഭൂമി മുഴുവൻ അങ്ങയുടെ കാരുണ്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന അങ്ങയുടെ ചട്ടങ്ങൾ അവിടുന്ന് അങ്ങ് എന്നെ പഠിപ്പിക്കണമേ. കർത്താവെ, അങ്ങയുടെ വചനം അനുസരിച്ച് ഈ ദാസന് അങ്ങ് നന്മ ചെയ്തിരിക്കുന്നു. അങ്ങയുടെ കൽപ്പനകളെ വിശ്വസിക്കുന്ന എനിക്ക് അറിവും വിവേകവും അവിടുന്ന് അങ്ങ് എനിക്ക് ഉപദേശിച്ച് തരണമേ. കഷ്ടതയിൽ പെടുന്നതിന് മുമ്പേ ഞാൻ വഴിതെറ്റിപ്പോയി. എന്നാൽ ഇപ്പോൾ ഞാൻ അങ്ങയുടെ വചനം പാലിക്കുന്നു. അവിടുന്ന് നല്ലവനും നന്മ ചെയ്യുന്നവനുമാണ്. അങ്ങയുടെ ചട്ടങ്ങൾ അവിടുന്ന് അങ്ങ് എന്നെ പഠിപ്പിക്കണമേ. അധർമ്മികൾ എന്നെക്കുറിച്ച് വ്യാജം പറഞ്ഞു പരത്തി, എന്നാൽ ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയുടെ പ്രമാണങ്ങൾ അനുസരിക്കുന്നു. അവരുടെ ഹൃദയം മരവിച്ചു പോയി, എന്നാൽ ഞാൻ അങ്ങയുടെ നിയമങ്ങളിൽ ആനന്ദിക്കുന്നു. ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി. തന്മൂലം ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചുവല്ലോ. 1000 പൊൻവള്ളി നാണയങ്ങളെക്കാൾ അങ്ങയുടെ വചനത്തിൽ നിന്ന് പുറപ്പെടുന്ന നിയമമാണ് എനിക്ക് അഭികാമ്യം. അവിടുത്തെ കരം എനിക്ക് രൂപം നൽകി അങ്ങയുടെ കൽപ്പനകൾ പഠിക്കാൻ എനിക്ക് അറിവ് നൽകണമേ. അങ്ങയുടെ ഭക്തർ എന്നെ കണ്ട് സന്തോഷിച്ചുല്ലസിക്കും. എന്തെന്നാൽ ഞാൻ അങ്ങയുടെ വചനങ്ങളിൽ പ്രത്യാശ അർപ്പിച്ചു. ഞാൻ അങ്ങയുടെ വചനങ്ങളിലാണ് പ്രത്യാശ അർപ്പിച്ചു. കർത്താവ്, അങ്ങയുടെ വിധികൾ ന്യായയുക്തമാണ്. വിശ്വാസം മൂലമാണ് അവിടെ നിന്നെ കഷ്ടപ്പെടുത്തിയതെന്ന് ഞാൻ അറിയുന്നു. അങ്ങയുടെ വാഗ്ദാനം അനുസരിച്ച് അങ്ങയുടെ കാരുണ്യം എന്നെ ആശ്വസിപ്പിക്കട്ടെ. ഈ ദാസൻ ജീവിച്ചിരിക്കേണ്ടതിന് അങ്ങയുടെ കാരുണ്യം എൻ്റെ മേൽ ചൊരിയണമേ. ഞാൻ അങ്ങയുടെ നിയമങ്ങളിൽ ആനന്ദിക്കുന്നു. അധർമ്മികൾ ലജ്ജിതരായി തീരട്ടെ. വഞ്ചന കൊണ്ട് അവരെന്നെ തകിടം മറച്ചു, എന്നാലും ഞാൻ അങ്ങയുടെ നിയമങ്ങളെപ്പറ്റി ധ്യാനിക്കും. അങ്ങയുടെ ഭക്തർ എന്നിലേക്ക് തിരിയട്ടെ. അവർ അങ്ങനെ അങ്ങയുടെ കൽപ്പനകൾ അറിയട്ടെ. ഞാൻ ലജ്ജിക്കാതിരിക്കേണ്ടതിന് എൻ്റെ ഹൃദയം അങ്ങയുടെ കൽപ്പനകൾ പാലിക്കുന്നതിൽ കുറ്റമറ്റതായിരിക്കട്ടെ. ഞാൻ അങ്ങയുടെ രക്ഷയ്ക്ക് വേണ്ടി കാത്തിരുന്ന് തളർന്നു. ഞാൻ അങ്ങയുടെ വാഗ്ദാനത്തിൽ പ്രത്യാശ വയ്ക്കുന്നു. അങ്ങയുടെ വാഗ്ദാനം നോക്കിയിരുന്ന് എൻ്റെ കണ്ണ് കുഴഞ്ഞു. എപ്പോൾ അവിടെ നിന്നെ ആശ്വസിപ്പിക്കുമെന്ന് ഞാൻ വിലപിക്കുന്നു. പുകഞ്ഞ തോൽക്കുടം പോലെയായി ഞാൻ. എന്നിട്ടും ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ മറന്നില്ല. ഈ ദാസൻ എത്ര നാൾ സഹിക്കണം? എന്നെ പീഡിപ്പിക്കുന്നവരെ എന്നാണ് അങ്ങ് വിധിക്കുന്നത്? അങ്ങയുടെ നിയമങ്ങൾ അനുസരിക്കാത്ത അധർമ്മികൾ എന്നെ വീഴ്ത്തുവാൻ കുഴി കുഴിച്ചു. കർത്താവേ, അങ്ങയുടെ കൽപ്പനകൾ സുനിശ്ചിതമാണ്. അവർ വ്യാജം കൊണ്ട് എന്നെ ഞെരുക്കുന്നു. എന്നെ സഹായിക്കണമേ. അവർ ഭൂമിയിൽ നിന്നും എന്നെ തുടച്ചു മാറ്റാറായി, എന്നാലും ഞാൻ അങ്ങയുടെ നിയമങ്ങളെ ഉപേക്ഷിച്ചില്ല. കരുണ തോന്നി എൻ്റെ ജീവൻ രക്ഷിക്കണം. എന്നാൽ അങ്ങയുടെ നാവിൽ നിന്ന് പുറപ്പെടുന്ന കൽപ്പനകൾ ഞാൻ അനുസരിക്കട്ടെ. കർത്താവ്, അങ്ങയുടെ വചനം എന്നേക്കും സ്വർഗത്തിൽ സുസ്ഥാപിതമാണ്. അവിടുത്തെ വിശ്വസ്തത തലമുറകളോളം നിലനിൽക്കുന്നു. അവിടുന്ന് ഭൂമിയെ സ്ഥാപിച്ചു, അത് നിലനിൽക്കുന്നു. അവിടുന്ന് നിശ്ചയിച്ച പ്രകാരം ഇന്നും എല്ലാം നിലനിൽക്കുന്നു. എന്തെന്നാൽ സകലതും അങ്ങയെ സേവിക്കുന്നു. അങ്ങയുടെ പ്രമാണങ്ങൾ എൻ്റെ ആനന്ദമായിരുന്നില്ലെങ്കിൽ എൻ്റെ ദുരിതത്തിൽ ഞാൻ നശിച്ചു പോകുമായിരുന്നു. അങ്ങയുടെ കൽപ്പനകൾ ഞാൻ ഒരിക്കലും മറക്കുകയില്ല. അവ വഴിയാണ് അവിടുന്ന് അങ്ങെനിക്ക് ജീവൻ തന്നത്. ഞാൻ അങ്ങയുടേതാണ്, എന്നെ രക്ഷിക്കണം. എന്തെന്നാൽ ഞാൻ അങ്ങയുടെ നിയമങ്ങളെ അന്വേഷിച്ചു. ദുഷ്ടർ എന്നെ നശിപ്പിക്കുവാൻ പതിയിരിക്കുന്നു, എന്നാലും ഞാൻ അങ്ങയുടെ കൽപ്പനകളെപ്പറ്റി ചിന്തിക്കുന്നു. എല്ലാ പൂർണ്ണതയ്ക്കും ഒരു അതിർത്തി ഞാൻ കണ്ടിട്ടുണ്ട്, എന്നാൽ അങ്ങയുടെ കൽപ്പനകൾ നിസ്സീമമാണ്. അങ്ങയുടെ നിയമത്തെ ഞാൻ അത്രയധികം സ്നേഹിക്കുന്നു. അതിനെപ്പറ്റിയാണ് ദിവസം മുഴുവൻ ഞാൻ ധ്യാനിക്കുന്നത്. അങ്ങയുടെ കൽപ്പനകൾ എന്നെ എൻ്റെ ശത്രുക്കളെക്കാൾ ജ്ഞാനിയാക്കുന്നു. എന്തെന്നാൽ അവ എപ്പോഴും എന്നോടൊത്തുണ്ട്. എൻ്റെ ഗുരുക്കന്മാരെക്കാൾ എനിക്ക് അറിവുണ്ട്. എന്തെന്നാൽ ഞാൻ അങ്ങയുടെ കൽപ്പനകളെപ്പറ്റി ധ്യാനിക്കുന്നു.
എൻ്റെ വൃദ്ധരെക്കാൾ എനിക്ക് അറിവുണ്ട്, എന്നാൽ ഞാൻ അങ്ങയുടെ പ്രമാണങ്ങൾ പാലിക്കുകയും ചെയ്യുന്നു. അങ്ങയുടെ വചനങ്ങൾ പാലിക്കുവാൻ സകല ദുർമാർഗങ്ങളിൽ നിന്നും ഞാൻ എൻ്റെ പാദങ്ങൾ പിൻവലിക്കുന്നു. അവിടെ എന്നെ പഠിപ്പിച്ചതുകൊണ്ട് അങ്ങയുടെ കൽപ്പനകളിൽ നിന്നും ഞാൻ വ്യതിചലിക്കുകയില്ല. അങ്ങയുടെ വാക്കുകൾ എത്ര മധുരമുള്ളവയാണ്, അവ എൻ്റെ നാവിന് തേനിനേക്കാൾ മാധുര്യമാണ്. അങ്ങയുടെ പ്രമാണങ്ങളാൽ ഞാൻ അറിവ് നേടി, അതിനാൽ ഞാൻ വ്യാജ മാർഗങ്ങൾ ഞാൻ വെറുക്കുന്നു. അങ്ങയുടെ വചനം എൻ്റെ പാദത്തിന് വിളക്കും, എൻ്റെ പാതയിൽ പ്രകാശവുമാണ്. അങ്ങയുടെ നീതിയുക്തമായ കൽപ്പനകൾ പാലിക്കുവാൻ ശപഥപൂർവം ഞാൻ നിശ്ചയിച്ചു. ഞാൻ അത്യന്തം പീഡിതനാണ് കർത്താവെ, അങ്ങയുടെ വാഗ്ദാനം അനുസരിച്ച് എനിക്ക് ജീവൻ നൽകണമേ. കർത്താവെ, ഞാൻ അർപ്പിക്കുന്ന സ്തോത്രങ്ങൾ കൈക്കൊള്ളണമേ. അങ്ങയുടെ കൽപ്പനകൾ അവിടുന്ന് അങ്ങനെ പഠിപ്പിക്കണമേ. എൻ്റെ ജീവൻ എപ്പോഴും അപകടത്തിലാണ്, എന്നാലും ഞാൻ അങ്ങയുടെ നിയമം മറക്കുന്നില്ല. അങ്ങയുടെ ദുഷ്ടർ എനിക്ക് കെണിവെച്ചിരിക്കുന്നു, എന്നാലും ഞാൻ അങ്ങയുടെ പ്രമാണങ്ങളിൽ നിന്നും വ്യതിചലിക്കുകയില്ല. അങ്ങയുടെ കൽപ്പനകളാണ് എന്നേക്കും എൻ്റെ ഓഹരി, അവ എൻ്റെ ഹൃദയത്തിന് ആനന്ദമേകുന്നു. അവിടുത്തെ ചട്ടങ്ങൾ അന്ത്യം വരെ ഇടപെടാതെ പാലിക്കുവാൻ ഞാൻ എൻ്റെ ഹൃദയത്തെ ഉത്സുഗമമാക്കിയിരിക്കുന്നു. കപട ഹൃദയരെ ഞാൻ വെറുക്കുന്നു, അവിടുത്തെ നിയമങ്ങളെ ഞാൻ സ്നേഹിക്കുന്നു. അവിടുന്നാണ് എൻ്റെ അഭയകേന്ദ്രവും പരിചയം. ഞാൻ അങ്ങയുടെ വചനങ്ങളിൽ പ്രത്യാശ അർപ്പിക്കുന്നു. ദുഷ്കർമ്മികളെ, എന്നെ വിട്ടകലുവിൻ. എന്തെന്നാൽ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കട്ടെ. ഞാൻ ജീവിച്ചിരിക്കേണ്ടതിന് അങ്ങയുടെ വാഗ്ദാനം അനുസരിച്ച് എന്നെ താങ്ങി നിർത്തണമേ. എൻ്റെ പ്രത്യാശയിൽ ഞാൻ ലജ്ജിതനാകാതിരിക്കട്ടെ. ഞാൻ സുരക്ഷിതനായിരിക്കുവാനും എപ്പോഴും അങ്ങയുടെ ചട്ടങ്ങൾ ആദരിക്കുവാനും വേണ്ടി അവിടുന്ന് അങ്ങനെ താങ്ങി നിർത്തണമേ. അങ്ങയുടെ നിയമങ്ങളിൽ വ്യതിചലിക്കുന്നവരെ അവിടുന്ന് നിരാകരിക്കുന്നു, അവരുടെ കൗശലം വ്യർത്ഥമാകുന്നു. ഭൂമിയിൽ നിന്നും ദുഷ്ടരെ വിലകെട്ടവരായി പുറന്തള്ളുന്നു, അതുകൊണ്ട് അവിടുത്തെ കൽപ്പനകളെ ഞാൻ സ്നേഹിക്കുന്നു. അങ്ങയോടുള്ള ഭയത്താൽ എൻ്റെ ശരീരം വിറയ്ക്കുന്നു, അങ്ങയുടെ വിധികളെ ഞാൻ ഭയപ്പെടുന്നു. ഞാൻ നീതിയും ന്യായവുമായതു മാത്രമേ ചെയ്തിട്ടുള്ളൂ. പീഡകർക്ക് എന്നെ വിട്ടുകൊടുക്കരുതേ. ഈ ദാസന് ഒരു നന്മ ഉറപ്പുവരുത്തണമേ. അധർമ്മികൾ എന്നെ പീഡിപ്പിക്കാൻ ഇടയാക്കരുതേ. അങ്ങയുടെ രക്ഷയും അങ്ങയുടെ നീതിയുക്തമായ വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണത്തെയും നോക്കിയിരുന്ന് എൻ്റെ കണ്ണ് കുഴഞ്ഞു. അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം ഈ ദാസനോട് പ്രവർത്തിക്കണമേ. അങ്ങയുടെ ചട്ടങ്ങൾ അവിടുന്ന് അങ്ങനെ പഠിപ്പിക്കണമേ. ഞാൻ അങ്ങയുടെ ദാസനാണ്, അവിടുന്ന് അങ്ങ് എനിക്ക് അറിവ് നൽകണമേ. അങ്ങനെ അങ്ങയുടെ കൽപ്പനകൾ ഞാൻ ഗ്രഹിക്കട്ടെ. കർത്താവേ, പ്രവർത്തിക്കാനുള്ള സമയമായി. അങ്ങയുടെ നിയമങ്ങൾ ലംഘിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങയുടെ കൽപ്പനകളെ സ്വർണത്തെയും തങ്കത്തെക്കാൾ അധികമായി ഞാൻ സ്നേഹിക്കുന്നു കർത്താവേ. എന്തെന്നാൽ അങ്ങയുടെ പ്രമാണങ്ങളാണ് എൻ്റെ പാദങ്ങളെ നയിക്കുന്നത്. കപട മാർഗങ്ങളെ ഞാൻ വെറുക്കുന്നു. അങ്ങയുടെ കൽപ്പനകൾ വിസ്മയാവഹമാണ്, അവ ഞാൻ പാലിക്കുന്നു. അങ്ങയുടെ വചനത്തിൻ്റെ ചുരുളുകൾ എഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു. എളിയവർക്ക് അതറിവ് നൽകുന്നു. എളിയവർക്ക് അതറിവ് നൽകുന്നു. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ വചനം സ്നേഹിക്കുന്ന വചനത്തിൻ്റെ മക്കളെ, കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 108ാമത്തെ ഖണ്ഡികയിൽ പറയുകയാണ്, Christian faith is not the religion of a muted word or a book. Christian faith is the religion of the word of God. ക്രൈസ്തവ വിശ്വാസം എന്നുള്ളത് ദൈവവചനത്തിൻ്റെ മതമാണ്. ക്രിസ്തീയ വിശ്വാസം ദൈവവചനത്തിൻ്റെ മതമാണ്. So we are the children of the word of God. നമ്മൾ വചനത്തിൻ്റെ മക്കളാണ്. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ സാധാരണക്കാരായ മനുഷ്യരിൽ നിന്നും അസാധാരണമായ ദൈവത്തിൻ്റെ പ്രവൃത്തികളും ദൈവത്തിൻ്റെ ശക്തിയും ലോകം കാണുവാനായി, ലോകത്തെ കാണിച്ചു കൊടുക്കുവാനായി സ്വർഗം ആഗ്രഹിക്കുകയാണ്. Mount Carmel, the Apostolic School is inviting all of you to be filled with the Word of God, to build up your life in Word of God. Let us pray to the God Almighty. ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവത്തിൻ്റെ തേജസ് നിറഞ്ഞിരിക്കുന്ന ദേവാലയത്തിലേക്ക്, ദൈവത്തിൻ്റെ തേജസ് നിറഞ്ഞിരിക്കുന്ന ആലയത്തിലേക്ക്, ദൈവമഹത്വം നിറഞ്ഞിരിക്കുന്ന സെന്ററിലേക്ക് പരിശുദ്ധാത്മാവ് മക്കളെ ക്ഷണിക്കുകയാണ്. ഗാഡ് ഈസ് ഇൻവൈറ്റിംഗ് ഓൾ ഓഫ് യു. നമ്മൾ കാണുന്നു ആമോസിൻ്റെ പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൽ 12-13 തിരുവചനങ്ങൾ ഇപ്രകാരം പറയുകയാണ്.
ഇസ്രായേൽ മക്കളെ, നിങ്ങളുടെ ദൈവത്തിൻ്റെ സന്ദർശനത്തിന് നിങ്ങൾ ഒരുങ്ങിക്കൊള്ളുവിൻ. മലകൾക്ക് രൂപം നൽകുകയും കാറ്റിനെ സൃഷ്ടിക്കുകയും മനുഷ്യന് തന്റെ ചിന്ത വെളിപ്പെടുത്തി കൊടുക്കുകയും പ്രഭാതത്തെ അന്ധകാരമാക്കുകയും ഭൂമിയുടെ ഉന്നത തലങ്ങളിൽ സഞ്ചരിക്കുകയും ചെയ്യുന്ന ഒരുവനുണ്ട്, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് എന്നാണ് അവിടുത്തെ നാമം. പ്രിപ്പയർ ടു മീറ്റ് യുവർ ഗോഡ്. ദൈവത്തിന്റെ സന്ദർശനത്തിന് നിങ്ങൾ ഒരുങ്ങിക്കൊള്ളുവിൻ. He who forms the mountains, he who creates the winds, he who reveals his thoughts to the mankind, who turns dawn to darkness and treads on the height of the earth, and his name is the Lord God Almighty. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് എന്നാണ് അവിടുത്തെ നാമം. അവിടുന്ന് തൻ്റെ ചിന്ത മനുഷ്യർക്ക് വെളിപ്പെടുത്തുന്നു. സാധാരണക്കാരിൽ നിന്നും അസാധാരണമായ പ്രവർത്തികൾ ചെയ്യുവാൻ സ്വർഗം ആഗ്രഹിക്കുകയാണ്. സാധാരണക്കാരിൽ നിന്നും അസാധാരണമായ പ്രവർത്തികൾ ചെയ്യുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവ മക്കളെ ദൈവത്തിൻ്റെ തേജസ് നിറഞ്ഞിരിക്കുന്ന ആലയത്തിലേക്ക് ക്ഷണിക്കുന്നു. The Mount Carmel Retreat Center, the Apostolic School, is inviting all of you. ബഹുമാനപ്പെട്ട ഡാനിയൽ അച്ഛനോടും വിൽസൺ അച്ഛനോടും ആദർശ് അച്ഛനോടും ലോകം മുഴുവനുമുള്ള മറ്റെല്ലാ വൈദികരോടും ചേർന്ന് പരിശുദ്ധ പിതാവിനോട് ചേർന്ന് കത്തോലിക്ക സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് എല്ലാ അഭിവന്യ പിതാക്കന്മാരോടും എല്ലാ അൽമായരോടും സിസ്റ്റേഴ്സിനോടും ചേർന്ന് കുരിശിന്റെ പിന്നിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഒരു പുതിയ അഭിഷേകം, കാലഘട്ടത്തിന് വേണ്ട പുതിയ അഭിഷേകം, ലോകത്തെ കീഴ്മേലായിട്ട് മറച്ചുകൊണ്ട് ദൈവശക്തിയുടെ വെളിപ്പെടുത്തല് ദൈവം നൽകാൻ ആഗ്രഹിച്ചുകൊണ്ട് വിളിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, let us pray to the God Almighty. O merciful God, anoint us with your Holy Spirit. As we received your word of God, let us hear your voice speaking to us from within. Give us the wisdom to understand your message. Give us the strength to build up our life in the word of God. May we rejoice in the blessedness of hearing your word and keeping it. O Lord, we all are your servants. Speak to us, O Lord. സംസാരിച്ചാലും കർത്താവെ, ഞങ്ങളുടെ ഹൃദയത്തിൽ അങ്ങയുടെ വചനം നിറയ്ക്കണമേ കർത്താവെ. പ്രാർത്ഥനയിലായിരിക്കാം. ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്. ആകാശവും ഭൂമിയും കടന്നു പോയാലും കടന്നു പോകാത്ത വചനം. മനുഷ്യരെല്ലാം പുൽക്കൊടിക്ക് തുല്യരാണ്, അവരുടെ മഹിമ പുല്ലിന്റെ പൂവിന് തുല്യം. പുൽക്കൊടികൾ വാടിക്കരിയുന്നു, പൂക്കൾ കൊഴിഞ്ഞു പോകുന്നു, കർത്താവിൻ്റെ വചനം നിത്യം നിലനിൽക്കുന്നു. പ്രഭാഷകൻ 42:15 പറയുന്നു, കർത്താവിൻ്റെ പ്രവർത്തികൾ വചനം വഴി നിർവഹിക്കപ്പെടുന്നു. ദൈവത്തിൻ്റെ എല്ലാ പ്രവർത്തികളും വചനം വഴി നിർവഹിക്കപ്പെടുന്നു. Let us pray for a beautiful anointing. പ്രാർത്ഥിക്കാം. പരിശുദ്ധമ്മേ മാതാവേ, അമ്മ പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ ദൈവമാതാവേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ.